നമ്മുടെ കൊച്ചി നമ്മുടെ സ്വന്തം കൊച്ചി കൊച്ചി നമ്മുടെ കൊച്ചി നമ്മുടെ സ്വന്തം കൊച്ചി. അപ്പോൾ ഹലോ ഗായ്സ്, എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി എറണാകുളം മാർക്കറ്റ് ഒന്ന് കാണാൻ വന്നേക്കണം. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വന്നേക്കണം മനുവിനെ കൂട്ടി എറണാകുളം മാർക്കറ്റ് ഒന്ന് കാണണം, പിന്നെ എറണാകുളമൊക്കെ ഒന്ന് കാണണം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. കൊച്ചി നമ്മുടെ കൊച്ചി നമ്മുടെ സ്വന്തം. മനു, അപ്പം എറണാകുളം മാർക്കറ്റ് കണ്ടോ? എറണാകുളം മാർക്കറ്റ് ഇങ്ങനെ ആയിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ. തൊട്ട് മുന്നേ പഴയ ഒരു പഴയ സിനിമ, മറ്റേ കുറെ മലയാള സിനിമകളിലുള്ള ഒരു മാർക്കറ്റ് ഉണ്ടായിരുന്നു, വയലൻസ് എന്നൊക്കെ പറഞ്ഞ സിനിമ ഉണ്ട്, കണ്ടില്ല? അതിനകത്തൊക്കെ കാണിക്കുന്ന പഴയ മോഹൻലാൽ സിനിമയിലും മമ്മൂട്ടി സിനിമയിലൊക്കെ ഉണ്ട്. ഫ്രണ്ടിലൊരു വണ്ടി ഒന്ന് ബ്ലോക്ക്. അപ്പൊ ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പഴയ മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പഠിച്ച് പുതിയ മാർക്കറ്റായി. എനിക്കൊന്ന് ഈ പുതിയ മാർക്കറ്റ് കാണുമ്പോ മോള് പോലെയൊക്കെ ഫീൽ ചെയ്യണേ. പേരെന്താണ്? എത്ര എവിടെ? മലയാളിയാണോ? മലയാളിയ? ഹിന്ദി? ഇതർക്കായേ? ബംഗാൾക്കായ. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല അടിപൊളി നമ്മുടെ പഴം വറുത്തല്ലേ ഇത്? പഴം വറുത്തത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എറണാകുളം മാർക്കറ്റിലെ അടിപൊളി പഴം വറുത്തത്. അപ്പോൾ നമ്മൾ എറണാകുളം മാർക്കറ്റിലെ ഒരു കടയിലോട്ട് കയറിയേക്കണം കേട്ടോ. അപ്പോൾ आपका नाम? शाहजहान. शाहजहान किधर का है? वेस्ट बंगाल का. ചേട്ടൻ മലയാളിയായിട്ടുള്ള ആരുമില്ലേ? എല്ലാവരും ഹിന്ദിക്കാരാണ്. ഈ കടകളെല്ലാവരും ഹിന്ദിക്കാരാണ് കേട്ടോ. ഞാനൊരു മലയാളിയുടെ കടയിൽ മലയാളിയാണ്. മുതലാളി മലയാളിയാണ് എന്ന് പറഞ്ഞാൽ. മെയിനായിട്ട് ഇവിടെ എന്താ പറയുക, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് എറണാകുളത്തിന്റെ പുതിയ മാർക്കറ്റിന്റെ ഫ്രണ്ടിലാണ്. ഇപ്പൊ ചേട്ടന്റെ പേര്? നൗഫൽ. ഓക്കെ. ഇവിടെ അവിടെയാണ് കട? അകത്താണ്. ഓക്കെ. അപ്പൊ ഈ പുതിയ ഇതിനകത്തോട്ട് വന്നപ്പോ എങ്ങനെ, പഴയതാണോ പുതിയതാണോ ഇഷ്ടം? ഇത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലും കൊള്ളണ്ട മഴ കൊള്ളണ്ട. പഴയതാണെങ്കിൽ കച്ചവടം ഉണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാർ കുറവാണ്. നോക്കുമ്പോ മാർക്കറ്റാണെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ കുറവാണ്. മാള് സംഭവം എന്നൊക്കെയാണ്. പച്ചക്കറി എല്ലാം ഇപ്പൊ കൂടുതലും പുറത്താണ് നടക്കുന്നത്. അകത്തേക്ക് ആൾക്കാർ വരല് കുറവാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോണ്. അപ്പൊ അടിപൊളിയായിട്ട്. ഓക്കെ. you
ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സ്കെച്ച് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളത്തിന്റെ ഐലൻഡിലാണ്. Gucci, Gucci, name de Gucci, name de Swarta Freak. Gucci. Gucci, Gucci. Gucci, Gucci, name de Gucci, name de Swarta Freak. Gucci. Gucci, Gucci, name de Gucci. ഇത് മട്ടാഞ്ചേരി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഞാൻ ഈ പോകുന്നത്. കാട് പിടിച്ച് ആകെ അലമ്പായി ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന മട്ടാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ. ഫാനും അതേപോലെ തന്നെ ഓടും എല്ലാം ദ്രവിച്ച് വീഴാറായി നിൽക്കുന്ന ഈ റെയിൽവേ സ്റ്റേഷൻ ഇതൊക്കെ നവീകരിച്ച് പുതിയ തലമുറക്ക് കാട്ടിക്കൊടും. ഇങ്ങനെയായിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എന്ന്. ഇങ്ങനെയായിരുന്നത് വിലപ്പട്ടികയും അതേപോലെ സഞ്ചരിക്കുന്ന നമ്മുടെ ടിക്കറ്റിന്റെ റേറ്റും ട്രെയിൻ പോകേണ്ട സമയവും ട്രെയിൻ വന്ന് നിന്നിരുന്നേച്ച സമയവും എല്ലാ സമയങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് ഒരു ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലവും സെക്കൻഡ് ക്ലാസ്സുകാർക്ക് ടിക്കറ്റ് എടുക്കേണ്ട സ്ഥലവും എല്ലാം അതെല്ലാം ഗ്രില്ലൊക്കെ ഇട്ട് നല്ല ബന്ധവസ്ഥ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പർ ക്ലാസ്സിന്റെ ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം എന്നൊക്കെ ഇപ്പൊ ഇവിടെ ആയിരിക്കും അപ്പർ ക്ലാസ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ കാശുകാരായിട്ടുള്ള ആൾക്കാർ ടിക്കറ്റ് എടുത്തിരുന്ന സ്ഥലം. സാധാരണക്കാരൻ പോയിട്ടുണ്ടാകാം. ഇപ്പോഴും ആ എന്താ പറയുക ഷൊർണൂർക്ക് പോകുന്ന ടൈമും അതേപോലെ തന്നെ പല സ്ഥലത്തോട്ട് പോകുന്ന ടൈമുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റേറിയൻ ടീ സ്റ്റാൾ പണ്ടത്തെ ഏതോ ചായക്കട അല്ലെങ്കിൽ ഫ്രൂട്ട്സ് സാധനങ്ങളൊക്കെ വിറ്റിരുന്ന ഒരു കടയായിരുന്നു ഇത്. അനാശ്വാസമൊക്കെ നടക്കുന്ന അല്ലെങ്കിൽ ബിയർ കുട്ടികൾ ആൾക്കാരെ ഒറ്റയ്ക്ക് നടിക്കുന്ന സ്ഥലമെന്ന് തോന്നുന്നു. പഴയ ഓർമ്മകളെല്ലാം അയവർക്കിക്കൊണ്ട് ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായി നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ ആ കളറ് തന്നെ ഭയങ്കര വൈബ്രൻ്റ് ആണ് കേട്ടോ. മട്ടാഞ്ചേരി പാലസ് എങ്ങനെ എത്രത്തോളം സൂക്ഷിക്കുന്നോ ശരിക്കും പറഞ്ഞാൽ മട്ടാഞ്ചേരി റെയിൽവേ സ്റ്റേഷനും ഗവൺമെൻറ് റെയിൽവേ എടുത്തിട്ട് നവീകരിച്ചിട്ട് മ്യൂസിയമാക്കി വെച്ചു കൊടുക്കണം ആളുകൾക്ക്, കുട്ടികൾക്ക്, ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക്. ഇതെല്ലാം ഇത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണതിന് ശേഷം അയ്യോ ഇടിഞ്ഞു പൊളിഞ്ഞു വീണു ഇവിടെ പുതിയത് പണിയാമെന്ന് പറയുന്നതിനെക്കാട്ടും നല്ലല്ലേ നമ്മുടെ തലമുറക്ക് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും പണ്ടത്തെ റെയിൽവേ സ്റ്റേഷൻ എല്ലാം കാട്ടിക്കൊടുക്കുന്നത്. എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളൊന്ന് അഭിപ്രായം എനിക്കൊന്ന് കമന്റായി രേഖപ്പെടുത്തി തന്നെ. മനു, ഇവിടെയായിരുന്നു വെയിറ്റിംഗ് ഷെഡ് വന്നിരുന്ന വെച്ചത്. കാട് പിടിച്ചാകെ